അതായത് രാത്രി നമുക്ക് പെട്ടെന്ന് മൊബൈലിലേക്ക് നോക്കണ്ട, ടൈം അറിയാൻ. ഇതാണ് ഇതിൻ്റെ സൗകര്യം. ഇന്നീ മുറി ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമായിട്ടില്ല, മുറിയിൽ താമസം തുടങ്ങിയിട്ട്. ഇത് കർട്ടൻ റോയൽ കർട്ടൻസ് നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റ് ലുലുന്ന് വാങ്ങിയതാണ്. ഓഫറിലല്ല വാങ്ങിയത്. ഓഫറിൽ വാങ്ങുമ്പോൾ മിക്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പ്യുവർ കട്ടനാണ്. എത്തനിക് ഡിസൈൻസ് ആണെങ്കിൽ പ്യുവർ കട്ടനല്ല, പ്യുവർ കോട്ടൺ ആവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നുകിൽ പ്ലെയിൻ ഡിസൈൻസ് ഒന്നുമില്ലാത്ത ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യും, അതല്ലെങ്കിൽ എത്നിക് ഡിസൈൻസ്, ഇന്ത്യൻ ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല കോട്ടണിൽ തന്നെ കിട്ടും. പിന്നെ തലയണ കവർ ചെയ്യാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് ഫാൻ നല്ലവണ്ണം തുടച്ചു. ഫാൻ തുടയ്ക്കാൻ ഞാനൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫാൻ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കോല് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതുകൊണ്ട് നല്ലവണ്ണം ക്ലീനാവും. ഫാനും സീലിങ്ങും തുടക്കുന്നത് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു വട്ടം ഒരു ഫാനൊക്കെ തുടച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എത്രത്തോളം വേണമെങ്കിലും നീട്ടാൻ പറ്റും. ഇതിൻ്റെ ഈ സാധാരണ പണ്ടത്തെ ഏരിയയിൽ വരുന്ന പോലെ നമുക്ക് നീട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ അതിനെ ചുരുക്കിയിട്ട് സ്റ്റോർ ചെയ്യണത്. സാധാരണ എല്ലാ പില്ലോയ്ക്കും 2 പില്ലോ കവർ ഇടാറുണ്ട്. കാരണം എനിക്ക് ആസ്മയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പില്ലോൻ്റെ പൊടി മുക്കി കയറാതിരിക്കാൻ. ഇപ്രാവശ്യം പില്ലോ കവർ കിട്ടിയപ്പോൾ നടുവിലാണ് പില്ലോ ഫില്ല് ചെയ്യാനുള്ള ഓട്ടമുള്ളത്. എന്തായാലും ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പില്ലോ ഇതാണ്. നടുവിന് പ്രശ്നങ്ങളില്ല. അത് കാരണം കഴുത്തിനും പ്രശ്നങ്ങളില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ബട്ടൺ തുറന്നിട്ടാൽ മതി. ഒരു മുറിക്ക് ഭംഗി കൊടുക്കുന്നതിൽ അതിലെ കർട്ടനും ലൈറ്റിങ്സിനൊക്കെ അതിൻ്റെതായ റോളുകളുണ്ട്. ഞാൻ ഈ കർട്ടൻ വാങ്ങിയത് ഒന്നും കൂടെ പറയാം, റോയൽ കർട്ടൻസ് എന്നാണ്. അവിടെ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന വർക്കാണ്. ഈ കർട്ടൻ ബ്ലാക്ക് ഔട്ട് കർട്ടനാണ്. കർട്ടൻ്റെ റോഡിൽ തൂക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അതായത് ഒരു സ്പേസിങ് കിട്ടാൻ സ്പേസിങ് കിട്ടാൻ ഇങ്ങനത്തെ ഒരു സാധനം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് മുറി വൃത്തിയാക്കി കഴിഞ്ഞാലുള്ള ഈ മുറിയുടെ ലുക്ക്. ക്ലീൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അൽമരകളുണ്ടെങ്കിൽ ആ അൽമരകളുടെ മുകളിൽ നിന്നും കൂടെ പൊടി അടിച്ചു വരണം. ഡെയിലി ക്ലീനിങ്ങിന് നമ്മൾ ചെയ്യില്ല, പക്ഷേ ഡീപ്പ് ക്ലീനിങ് നടത്തണമെന്ന് ഇതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം. പിന്നെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് രാത്രിയിൽ ഉറക്കത്തിൽ നിന്നിട്ട് മൊബൈലല്ല നോക്കാറ്, ഇതാണ് നോക്കാറ് സമയം എത്രയെന്നറിയാൻ. അങ്ങനെ ബെഡിൻ്റെ ലുക്ക് ഇപ്പം ഇങ്ങനെയാണ്. ഈ മുറി പഴയ സാധനങ്ങളുടെയും പുതിയ സാധനങ്ങളുടെയും പഴയ ഓർമ്മകളുടെയും പുതിയ ഓർമ്മകളുടെയും ഫ്യൂഷനാണ്. 2018 ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം വാങ്ങിയതാണ് ഈ അൽമറ. ഈ അൽമറ പ്ലസ് വേറെ 1-2 സാധനങ്ങളും കൂടെ വാങ്ങി. അങ്ങനെ അവരെനിക്ക് ഭയങ്കര റിഡക്ഷനൊക്കെ തന്നു. പറവൂരുള്ളൊരു കടയിൽ നിന്നാണ്. അവർ ഇപ്പോഴും അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണമാണ്. ഈ കട്ടിൽ ഹൗസ് വാമിങ്ങിന്, അതായത് 2003 ഹൗസ് വാമിങ് നടത്തുമ്പോൾ വാങ്ങിയതാണ്. കിടക്ക സ്നേഹോപഹാരമാണ് ജ്യേഷ്ഠൻ്റെ വക. പിന്നെ ഈ 2 അപ്പുറം ഇരിക്കുന്ന ബോക്സുകൾ ബാംഗ്ലൂരത്തെ ബാക്കിയാണ്. ബാംഗ്ലൂരിൽ സാധനങ്ങൾ കൊണ്ടുവന്നതിനായി ഉപയോഗിച്ച ബോക്സുകളാണ്. ഈ ബോക്സ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് തുണിയോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും എടുത്ത് വയ്ക്കാവുന്നൊരു ബോക്സാണ്. പുറത്തുനിന്ന് കാണുകയും ചെയ്യും. പിന്നെ ഈ 3 പുതപ്പുകൾ, അതിൽ താഴത്തെ പുതപ്പ് വാങ്ങിയത് ബാംഗ്ലൂർക്ക് താഴത്തെ പുതപ്പ് വാങ്ങിയത് ലുലുവിലൊരു ഓഫർ വന്നപ്പോഴാണ്. അന്നെന്തോ 600 രൂപയ്ക്ക് മറ്റോ കിട്ടി.
രണ്ടാമത്തെ പുതപ്പ് വാങ്ങിയത് ബാംഗ്ലൂർക്ക് പോകാൻ നിശ്ചയിച്ചതിന് ശേഷം ഗ്രാൻഡ് മാളിലെ ലൈഫ് സ്റ്റൈലിൽ നിന്നോ അതോ ലുലു മാളിലെ ലുലു മാളിൽ നിന്ന് കിട്ടിയില്ല അന്ന് ഗ്രാൻഡ് മാളിൽ നിന്നാണ് ആ പുതപ്പ് വാങ്ങിയത്. രണ്ടാമത്തെ പുതപ്പ്. മൂന്നാമത്തെ പുതപ്പ് ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഈ അലമാര ഞാൻ 30 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗോദ്രേജിൻ്റെ ആണ്. ഇത് വാങ്ങാൻ പൈസ തന്നത് എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പ എനിക്ക് ഈ അലമാര വാങ്ങാൻ പൈസ തന്നു. അതായത് എനിക്കല്ല തന്നത്, ഹസ്ബൻഡിനും കൂടെ ആയിട്ട് തന്നു, രണ്ടാൾക്കും കൂടെ ആയിട്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഒരു അലമാര വാങ്ങുമെന്ന് പറഞ്ഞിട്ട്. ആ വീട്ടിലെ അലമാരയ്ക്ക് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ പൈസ തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് അലമാര വാങ്ങുമെന്ന് പറഞ്ഞു. ഈ അലമാരയിൽ എനിക്ക് 1995 ശേഷം എന്ത് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ ഈ അലമാരയിലൂടെ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് മാരേജിൻ്റെ കല്യാണ സാരി, സെക്കൻഡ് മാരേജിൻ്റെ കല്യാണ സാരി, കുട്ടികളുടെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സുകൾ, എൻ്റെ വക്കീൽ ഗൗണ്, കേസുകൾ, താഴത്തെ ഇതിൽ പലരുടെ കേസുകളുടെ പേപ്പർ ഉണ്ടായിരുന്നു, കമ്മീഷൻ പോയ പേപ്പറുകൾ. അങ്ങനെ ഈ അലമാരയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് മുഴുവനായിട്ടും അറിയായിരിക്കും. പിന്നെ ഈ അലമാര വാങ്ങാൻ പോകുമ്പോൾ ഒരു കഥയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന് പറയുന്ന കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡ് ഈ അലമാര ഗംഗ ഹോം അപ്ലയൻസസ് നിന്ന് വാങ്ങാൻ പോയത്. മൂപ്പര് ആ കടയിൽ, ഞാൻ ആ കടയിൽ എന്നെ കൊണ്ടുവന്നതിന് മുന്നേ തന്നെ ആ കടയിൽ പോയി അലമാര സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൺസെൻറ്റും കൂടെ വേണ്ടു. അതിനാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂവൻ പഴം എന്ന കഥ എനിക്ക് പറഞ്ഞത്. ഞാൻ പോയി നോക്കിയപ്പോൾ അലമാരയ്ക്ക് കുറ്റമൊന്നും തോന്നിയില്ല. അപ്പോൾ അതെന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ അലമാര വാങ്ങിയത്. ഗോദ്രേജിൻ്റെ ഒരു അലമാരയാണ്. കാര്യമായിട്ടൊന്നും പൂട്ടി വയ്ക്കാൻ ഇപ്പോൾ അതിൽ പറ്റില്ല. കാരണം എൻ്റെ ലോക്ക് കഴിഞ്ഞ 2018 ഫ്ലഡിൽ കേട് വന്നു. പിന്നെ ലോക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ല.